Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് BCom തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് റെഗുലേഷൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SC ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ്, ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഒന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് 4th 6th ഇതിൻ്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബിസിനസ് റെഗുലേഷൻസ് ലോ പേപ്പറാണ്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത ആദ്യം തന്നെ പറയാണ്, 5 മൊഡ്യൂളായിട്ട് ആസ് യൂഷ്വൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിലെ മെജോറിറ്റി ചോദ്യങ്ങൾ വരുന്നത് ആദ്യത്തെ 2 മൊഡ്യൂൾസിൽ നിന്നാണ്. നിങ്ങൾ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് പഠിച്ചാൽ തന്നെ 75%-നേക്കാൾ കൂടുതൽ മാർക്സ് നിങ്ങൾക്ക് പുഷ്പം പോലെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതല്ല, 80% തന്നെ പറയാം. കാരണം 3 പാർട്ടിലും മെജോറിറ്റി ചോദ്യങ്ങൾ വരുന്നത് ആദ്യത്തെ 2 മൊഡ്യൂൾസിൽ നിന്നാണ്. നിങ്ങൾക്ക് 2 essay, 3 essay ചിലപ്പോൾ ഈ 2 മൊഡ്യൂൾസിൽ നിന്ന് തന്നെ ലഭിക്കും. ദെൻ 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ മെജോറിറ്റി വരുന്നത് അതിൽ നിന്നാണ്, 2 മാർക്സിൻ്റെ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ ഒരു 75%-നേക്കാൾ കൂടുതൽ മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മൊഡ്യൂൾസാണ് ആദ്യത്തെ 2 അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് 2 മൊഡ്യൂൾസിലോട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ ആ 2 മൊഡ്യൂൾസിൻ്റെ പ്രത്യേകത, ആ 2 മൊഡ്യൂൾസിലെ ഒരു 70% ചോദ്യങ്ങളും എക്സാമിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ബട്ട് ശ്രദ്ധിക്കേണ്ടത്, വലിച്ചു വാരി പഠിക്കേണ്ട, പിക്ക് ചെയ്ത് പഠിക്കണം. ഓരോന്നിനെ നമ്മൾ കൊടുക്കേണ്ട ഒരു സ്കോപ്പ് ഉണ്ട് ഓരോ ചോദ്യങ്ങൾക്ക്, അത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സുധാദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയുന്ന കുറച്ച് ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മറ്റുള്ള ഏരിയാസിലോട്ട് പോയാൽ മതി. കാരണം ബാക്കിയുള്ള ഏരിയാസ് ജസ്റ്റ് ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഓപ്ഷൻസ് മാത്രമാണ്. നമ്മളിത് പഠിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 5 മൊഡ്യൂൾസിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഈ ആദ്യത്തെ 2 മൊഡ്യൂൾസിൽ നിന്നാണ് SCയും കാര്യങ്ങളൊക്കെ വരെ ഇതൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം ബിസിനസ് ലോ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. പക്ക ബേസാണ്. 3 പാർട്ടിലും ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. സോ ഇതിൽ ബിസിനസ് ലോ എന്താണ്, 2 മാർക്കിൻ്റെ വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ എന്താണ് ബിസിനസ് ലോ, 2 മാർക്കിൻ്റെ നോക്കണം. ദെൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, കോൺട്രാക്ട് ആക്ട് ആണ് നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് കോൺട്രാക്ട്? എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഷുവർ essay ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് കോൺട്രാക്ട്? എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഞാൻ വിചാരിച്ചു ഓരോ വർഷം കഴിയുമ്പോഴും അതൊന്നും മാറ്റി പിടിക്കുന്നുള്ളത്. ലാസ്റ്റ് 3 വർഷമായിട്ട് ഈ സെയിം ചോദ്യം തന്നെയാണ് വീണ്ടും ഇട്ടുള്ളത്. ഇപ്രാവശ്യം വീണ്ടും ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷുവർ essay ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും പഠിക്കണം എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ആണ്. ഇത് ഒരു പ്രാവശ്യം SAക്ക് ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് SAക്ക് വന്നില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള പല ക്ലാസിഫിക്കേഷൻസിൽ ഏതെങ്കിലും 1 or 2 നമുക്ക് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം റിപ്പീറ്റ് ആയിട്ട്. സോ അതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ നോക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ വോയിഡ് കോൺട്രാക്ട്, വോയിഡ് എഗ്രിമെന്റ്, അതുപോലെ തന്നെ വോയിഡബിൾ കോൺട്രാക്ട്, ദെൻ അൺഫോഴ്സിയബിൾ കോൺട്രാക്ട്, എക്സ്പ്രസ്, ഇംപ്ലൈഡ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട്, ഇങ്ങനെ പലതരം, യൂണിലാറ്ററൽ കോൺട്രാക്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട്, ഇങ്ങനെ പലതരത്തിലുള്ളത് കാണാൻ സാധിക്കും ക്ലാസിഫിക്കേഷനിൽ. സോ ചില സമയത്ത് ഇത് ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു SAക്ക് വന്നിട്ടുണ്ട്.
ബട്ട് അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് 5 മാർക്കിൻ്റെ തിയറി ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായും പഠിക്കുക. 5 മാർക്കിൻ്റെ ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ്. അതിൽ എസ്പെഷ്യലി ഓഫർ അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും നമുക്ക് കളയാൻ സാധിക്കില്ല. അത് ആദ്യം തന്നെ ഓഫർ എന്താണ് 2 മാർക്സിൻ്റെ ചോദ്യം. ദെൻ എസെൻഷ്യൽ എലമെന്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് ഓഫർ 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്. ദെൻ കൈൻഡ്സ് ഓഫ് ഓഫറിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ കാണാറുണ്ട്. എക്സ്പ്രസ് ഉണ്ട്, ഇംപ്ലൈഡ് ഉണ്ട്, സ്പെസിഫിക് ഉണ്ട്, ജനറൽ ഉണ്ട്, കൗണ്ടർ ക്രോസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ വരാറുണ്ട്, നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറയുന്ന എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ കൂടെ തന്നെ ലാപ്സ് ഓഫ് ഓഫർ അല്ലെങ്കിൽ വെൻ ഡസ് എൻ ഓഫർ കംസ് ടു എൻ എൻഡ് 5 മാർക്കിൻ്റെ ഇതിനേക്കാൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളയരുത്. അപ്പം ഞാനതാ പറഞ്ഞ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ഡസ് എൻ ഓഫർ കംസ് ടു എൻ എൻഡ് 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കണം. അപ്പോൾ ഓഫറാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആക്സെപ്റ്റൻസ് അങ്ങനെ റിപ്പീറ്റ് അല്ല, ബട്ട് 2 മാർക്കിനിൽ വരും. എന്താണ് ആക്സെപ്റ്റൻസ് എന്ന് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിതിൽ റിപ്പീറ്റ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ നോക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ. ദെൻ നെക്സ്റ്റ് കൺസിഡറേഷൻ എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. അതിൻ്റെ എസെൻഷ്യൽസ് ഉണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ പിന്നെ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് കണ്ടുവരാറ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്. എക്സെപ്റ്റൻസ് 5 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ്. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതാണ് മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കപ്പാസിറ്റി ടു കോൺട്രാക്ട് എഗെയിൻ 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ്. അതിൽ പേഴ്സൺസ് നോട്ട് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്, കപ്പാസിറ്റി ടു കോൺട്രാക്ട് അതിൽ എടുത്ത് ചോദിക്കാറുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിനിൽ വരും. ഇപ്പോൾ മൈനർ ഉണ്ട്, പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ഉണ്ട്, പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ കോൺട്രാക്ടിങ് ബൈ എനി അതർ ലോ. അപ്പോൾ അതിൽ റൂൾസ് റിഗാർഡിങ് മൈനേഴ്സ് എഗ്രിമെൻറ്റ് 5 മാർക്കിൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. പിന്നെ അൺസൗണ്ട് മൈൻഡ് ഉണ്ട്. ദെൻ അതിൻ്റെ താഴെ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, അതും 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കപ്പാസിറ്റി ടു പാർട്ടി അത് 3 നോക്കി വയ്ക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ മൈനർ ആവാം, ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോ ആവാം, അൺസൗണ്ട് ആവാം. കൂടുതൽ ഈ ആദ്യത്തെയും അവസാനത്തെയും അൺസൗണ്ട് മൈൻഡും അതുപോലെ അല്ല ഈ മൈനേഴ്സ് റൂളും അതർ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി അതർ ലോ അതും ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മാർക്സിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 2 മാർക്സിൻ്റെ ചോദ്യം കൺസെന്റ്. ഫ്രീ കൺസെന്റ് എന്താണ്, കൺസെന്റ് എന്താണ് 2 മാർക്കിൻ്റെ നോക്കാം. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൊയേഷൻ എന്താണ് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്. അതിൻ്റെ കൺസെപ്റ്റ് നോക്കാം. അതുപോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, നിർബന്ധമായും പഠിക്കണം. ദെൻ കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ കൊയേഷൻ എന്താണ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും ഈ ഒരു സബ്ജക്റ്റിൽ 1-2 ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് അതിൽ ഈ ഒരു ടോപ്പിക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഫ്രോഡ് എന്താണ്, നിർബന്ധമായും പഠിക്കണം. ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് ഇഫക്റ്റ് ഓഫ് ഫ്രോഡ്. അതുപോലെ തന്നെ മിസ് റെപ്രസെൻറ്റേഷൻ എന്താണ് 2 മാർക്സിൻ്റെ ചോദ്യം, നിർബന്ധമായും പഠിക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എസ്സേ ചോദ്യമാണ് മിസ്റ്റേക്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസ്റ്റേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ എസ്സേ ആയിരുന്നു, വേണമെങ്കിൽ ഈ പ്രാവശ്യം വീണ്ടും പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല മിസ്റ്റേക്കിലുള്ള പല കൈൻസിൽ ഏതെങ്കിലും 1-2 മാർക്കിലും ചോദിക്കാം, യൂണിലാറ്ററൽ ബൈലാറ്ററൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മിസ്റ്റേക്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസ്റ്റേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എസ്സേ ചോദ്യമായിരുന്നു, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് വോയിഡ് എഗ്രിമെൻ്റ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞാണ് വോയിഡ് എഗ്രിമെൻ്റിൻ്റെ കൺസെപ്റ്റ്, അത് വീണ്ടും വരുന്നുണ്ട് 2 മാർക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ്
വെയ്ജർ ആരാണ്, അതുപോലെ തന്നെ വെയ്ജർ എഗ്രിമെന്റ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വെയ്ജർ എഗ്രിമെന്റ്. 5 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ് വെയ്ജർ എഗ്രിമെന്റിന്റെ ഫീച്ചേഴ്സ്. പിന്നെ 2 മാർക്കിൻ്റെ വെയ്ജർ എഗ്രിമെന്റ് എന്താണ്, വെയ്ജർ ആരാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദ നെക്സ്റ്റ് 5 മാർക്സിനുള്ള ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ കണ്ടുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ വെയ്ജറിങ് ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ വെയ്ജറിങ് ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് റിപ്പീറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്താണ്, റൂൾസ്, അതിൻ്റെ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ളത് 2 മാർക്കിനും വന്നിട്ടുള്ളതാണ്. പിന്നെ 5 മാർക്കിനും 2 മാർക്കിനും മസ്റ്റായിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ് ക്വാസി കോൺട്രാക്ട് എന്താണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, നിർബന്ധമായും പഠിക്കുക. 2 മാർക്കായിട്ടോ അതുപോലെ തന്നെ 5 മാർക്കായിട്ടോ നമുക്ക് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് SAQ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്താണ്, റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. SAQ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്താണ്, റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. പിന്നെ ക്വാണ്ടം മെറിറ്റ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ലാസ്റ്റ് ഉള്ളതാണ് ക്വാണ്ടം മെറിറ്റ്. അത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരും. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മാർക്കിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ, 2 മാർക്കിൻ്റെ മെജോറിറ്റി, essay 2 എന്തായാലും ഇതിൽ നിന്ന് തന്നെ കിട്ടും. നിങ്ങൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ പാസ്സായിരിക്കും എന്നുള്ളതാണ്. പാസ്സല്ല, നേരത്തെ പറഞ്ഞു, ശരിക്കും പറഞ്ഞ ഒരു 60% മാർക്സ് 2 essay കിട്ടി 5 മാർക്കിൻ്റെ ഒരു 2 3 4 വരെ കിട്ടും. 2 മാർക്സിൻ്റെ ഒരു 6-7 കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ കാര്യം, 5 മാർക്സിൻ്റെ കുറേ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ, 2 മാർക്സിനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നാളത്തെ അല്ലെങ്കിൽ മൺഡേ വരുന്ന എക്സാമിന് ഉണ്ടാവുക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ പിക്ക് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 2 ആണ്. എഗെയിൻ മൊഡ്യൂൾ നമ്പർ 1 ഫസ്റ്റ് പ്രയോറിറ്റി ആണെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കും. സ്പെഷ്യൽ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ഇതിൽ നിന്നും essay 2 മാർക്സ് 5 മാർക്സ് വരുന്നതാണ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്താണ്, 2 മാർക്സ് ചോദ്യം. ദെൻ ഇൻഡെംനിറ്റി ഹോൾഡർ. പിന്നെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണ്, 2 മാർക്സ് ചോദ്യം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, നോക്കി വെക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. പിന്നെ കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടിയിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുള്ളതാണ്. സ്പെസിഫിക് ഗ്യാരണ്ടി, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, റെട്രോസ്പെക്റ്റീവ്, അങ്ങനെ അബ്സല്യൂട്ട് പലതരത്തിലുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യമാണ് ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവന്നിട്ടുള്ള essay ഇട്ട് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇത് തമ്മിലുള്ള ഡിഫറൻസ് essayക്ക്. അത് മാത്രമല്ല ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ റൈറ്റ്സ് ഓഫ് ഷുവർട്ടിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റൈറ്റ്സ് ഓഫ് ഷുവർട്ടി ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ essayക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ essayക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്താണ്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാരണ്ടിയിൽ ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ 2 തമ്മിലുള്ളത്, പിന്നെ റൈറ്റ്സ് ഓഫ് ഷുവർട്ടി, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ റിപ്പീറ്റാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ. ദാറ്റ്സ് ഓൾ. ചെറിയൊരു ഏരിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ താഴെ എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, ബെയിൽമെൻ്റ് ആണ്. കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻ്റ് ആൻഡ് പ്ലഡ്ജ് ആണ്. അതിൽ ബെയിൽമെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻ്റ് എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. റിപ്പീറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, ഡ്യൂട്ടീസ് ഓഫ് ബെയിലി, റൈറ്റ്സ് ഓഫ് ബെയിലർ, റൈറ്റ്സ് ഓഫ് ബെയിലി. റിപ്പീറ്റ് essay ക്വസ്റ്റ്യൻ എന്ന് പറയാം എല്ലാ പേപ്പറിലും. ഇപ്പോൾ ഈ പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ഇല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി, ഇതാണ് ഉണ്ടാവാറ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് ബെയിൽമെന്റ് എന്താണെന്ന് നോക്കണം. പിന്നെ പ്ലഡ്ജ് അല്ലെങ്കിൽ പോൺ എന്താണ്, 2 മാർക്കിന്റെ ചോദ്യത്തിലേക്കൊക്കെയാണ്. പോണർ ആരാണ്, പോണി ആരാണ് എന്നൊക്കെ കണ്ടുവരാറ്. അത് വിട്ടിട്ട് അങ്ങനെ കണ്ടുവരാറില്ല. പിന്നെ ഏജന്റ് ആരാണ്,
പിന്നെ സബ് ഏജന്റ് ആരാണ്, റൈറ്റ്സ് ഓഫ് ഏജന്റ്, ഏജന്റ് ആരാണ്, പിന്നെ ഈ സബ് ഏജന്റ് ആരാണ്, ഏജൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അത് 2 മാർക്ക് 5 മാർക്ക് അങ്ങനെ സബ് ഏജന്റിനെ പറ്റിയിട്ട് ചോദിക്കാറുള്ളതാണ്. ഡ്യൂട്ടീസ് ഓഫ് ഏജന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് ഏജന്റ് ഇതിനേക്കാൾ മുമ്പ് കണ്ടുവന്നിട്ടുണ്ട് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതങ്ങനെ റിപ്പീറ്റ് അല്ല. അപ്പോൾ മെയിനായിട്ട് ബെയിലർ ബെയിലി, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ഏജന്റിനെ പറ്റിയിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ പറയുന്ന ഏരിയാസിലോട്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഈ 2 മൊഡ്യൂൾസ് ആണ് ചങ്ക് മൊഡ്യൂൾസ്. ഇത് പഠിച്ചാൽ 75%-നേക്കാൾ കൂടുതൽ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. അതിൽ എഗ്രിമെന്റ് ടു സെയിൽ ഒക്കെ ഉണ്ട്, കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് സ്റ്റിപ്പുലേഷൻ. വാറണ്ടി എന്താണ്, അതുപോലെ തന്നെ വാറണ്ടി എന്താണെന്ന് നോക്കാം. ഇംപ്ലൈഡ് വാറണ്ടി, ഇതൊക്കെ 2 മാർക്ക്. പിന്നെ 2 മാർക്കാണെങ്കിലും 5 മാർക്കാണെങ്കിലും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഡോക്ട്രിൻ ഓഫ് കവി ടെംപ്റ്റർ എന്താണ്, എക്സെപ്ഷൻസ് ഓഫ് ഡോക്ട്രിൻ ഓഫ് കവി ടെംപ്റ്റർ. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. 2 മാർക്കായിട്ടും 5 മാർക്കായിട്ടും പ്രതീക്ഷിക്കാം. സെയിൽ ഓഫ് കോൺട്രാക്ട് എന്താണ്, 2 മാർക്കിന്റെ ചോദ്യം. ദെൻ എസ്സേക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അൺപെയ്ഡ് സെല്ലർ ആരാണ്, റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലർ ആരാണ്, റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ. പിന്നെ ലീൻ എന്താണ്, 2 മാർക്കിന്റെ ചോദ്യം. 2 മാർക്കിൻ്റെ ലീൻ എന്താണെന്നുള്ള ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ് എസ്സേക്ക് വന്നിട്ടുള്ളതാണ്. ആരാണ് അൺപെയ്ഡ് സെല്ലർ, ലീൻ എന്താണ്, ഞാൻ അതിന് പിന്നെ കോൺട്രാക്ട് ഓഫ് സെയില്, പിന്നെ ഇംപ്ലൈഡ് കവി ടെംപ്റ്റർ അത് ഞാൻ നോക്കാൻ പറഞ്ഞു, അതൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇതൊക്കെ തന്നെയാണ് നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. സോ ഇതിൽ ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയുള്ള ചോദ്യം തന്നെയാണ് 5 മാർക്കിൻ്റെ ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ളത്. പിന്നെ 2 മാർക്കിൻ്റെ കൺസ്യൂമർ ആരാണ്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്താണ്, 2 മാർക്ക് തിയറി. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്താണ്, അതുപോലെ തന്നെ 2 മാർക്ക് തിയറി. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്താണ്, 2 മാർക്കിൻ്റെ തിയറി. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്താണ്, 2 മാർക്ക്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്താണ്, 2 മാർക്കിൻ്റെ തിയറി. അതിൽ ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ഫോറം എന്താണ്, 2 മാർക്കിൻ്റെ തിയറി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. വിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, കൺസ്യൂമർ ഡിസ്പ്യൂട്ട്, കൺസ്യൂമർ ആരാണ്, ഡിസ്ട്രിക്ട് ഫോറം എന്താണ്, ഓക്കെ, കൗൺസിൽ എന്താണ്, ഇത്രയ്ക്ക് തന്നെയാണല്ലോ കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് തന്നെയാണല്ലോ അത്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്. 2 മാർക്കിൻ്റെ ഒരു തിയറി, 5 മാർക്കിൻ്റെ ഒരു തിയറി. ഇത്രയാണ് ഇതിൽ നിന്ന് വരാറ്. LLP എന്താണ്, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, നോക്കി വയ്ക്കണം. 5 മാർക്കിൻ്റെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ 5 മാർക്കിൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് എക്സ്റ്റെൻഡ് ആൻഡ് ലൈബിലിറ്റി ഓഫ് LLP ആൻഡ് പാർട്ട്നേഴ്സ്. എക്സ്റ്റെൻഡ് ആൻഡ് ലൈബിലിറ്റി ഓഫ് LLP ആൻഡ് പാർട്ട്നേഴ്സ് 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുള്ള. LLP എന്താണ്, ഈ പറഞ്ഞ എക്സ്റ്റെൻഡ് ആൻഡ് ലൈബിലിറ്റി ഓഫ് LLP, പിന്നെ LLPയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്ര തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. സോ ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യത്തെ 5 അല്ലെങ്കിൽ ടോട്ടൽ 5 മൊഡ്യൂളിൽ ഫസ്റ്റ് 2 മൊഡ്യൂൾസിൽ നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഒരു എസ്സേ 3ാമത്തെ മൊഡ്യൂളിൽ നിന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ബാക്കി 2 മൊഡ്യൂൾസിനൊക്കെ 2 മാർക്സ് ആൻഡ് 5 മാർക്സ് ചോദ്യങ്ങളുള്ളൂ. ഞാൻ പറഞ്ഞ ഏരിയാസ് നോക്കിയാൽ മതി. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ബിസിനസ് റെഗുലേഷൻസിൽ നമ്മൾ ഏതൊരു അപ്രോച്ചാണ് ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ പറഞ്ഞു. എസ്പെഷ്യലി ആദ്യത്തെ 2 മൊഡ്യൂളിലും പറഞ്ഞിട്ടുള്ള ആ ചോദ്യങ്ങളൊക്കെ നോക്കുക, അതൊക്കെ വരും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.